ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് ഉഴുന്നെടുത്തിട്ട് ഒരു 4 മണിക്കൂർ നേരം കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് നന്നായിട്ട് കഴുകി വാരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ അരച്ചെടുത്ത മാവ് ഞാൻ ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരം ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്താലും മതി. ഈ ഉഴുന്നുമാവിൽ നല്ല എയറേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉഴുന്നുവട നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ക്രിസ്പിയും ആയിരിക്കും. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കൈ ഒന്ന് നനച്ചതിന് ശേഷം ഒരല്പം മാവെടുത്ത് അതിൽ ഒരു ഹോളുണ്ടാക്കി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. ഒന്നായി വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ തിരിച്ചും മറിച്ചുമിട്ട് നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് ഉഴുന്നുവട വറുത്തെടുക്കാം. ബാക്കിയുള്ള ഉഴുന്നുവടകൾ നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയതുമായിട്ടുള്ള നമ്മുടെ ഉഴുന്നുവട ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടേസ്റ്റി ക്യൂൻസ്. താങ്ക് യു.